നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയെ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കമ്മീഷണർ CH നാഗരാജു സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് പ്രതികരിച്ചിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഇതിന് സഹായകരമാവുമെന്നാണ് കരുതുന്നത്. പോലീസ് ആവശ്യപ്പെട്ട 7 ദിവസത്തെ കസ്റ്റഡി കോടതി അംഗീകരിക്കുകയായിരുന്നു. ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും ഇനിയും കൂടുതൽ വ്യക്തത അനിവാര്യമാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം രാത്രി തന്നെ കുട്ടിയെ ഉപേക്ഷിച്ചുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. 5 അടി താഴ്ചയുള്ള പൊന്തക്കാട്ടിലെ ഓടയിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞതാണോ, വാ പൊട്ടിയപ്പോൾ ബോധരഹിതയായതോടെ ഓടയ്ക്കകത്ത് കൊണ്ടു കിടത്തിയതാണോ എന്നതടക്കം അറിയാൻ പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതി എവിടെയൊക്കെ പോയി, ആ വഴികളിലൂടെയും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടത്. കൊല്ലത്ത് നിന്നും വർക്കലയ്ക്ക് ട്രെയിൻ കയറിയെങ്കിലും ഉറങ്ങിപ്പോയതിനാൽ പേട്ട സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്നും ചാക്ക ബ്രഹ്മോസ് ഭാഗത്തേക്ക് രാത്രി 10 മണിയോടെ നടന്നെത്തി. ഇവിടെ റോഡരികിൽ കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കണ്ട് അവിടെ തങ്ങി. അവിടെ നിന്നും കരിക്ക് വാങ്ങി കുടിച്ചുവെന്നും കുട്ടിക്ക് മിഠായി നൽകി അടുത്തുകൂടിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം രാത്രി മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ പെൺകുട്ടിയെ ഉറക്കത്തിൽ തന്നെ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ കുട്ടി കരയാൻ ശ്രമിച്ചപ്പോൾ വായ് പൊത്തിപ്പിടിച്ചു. കുറച്ചുനേരം വായ പൊത്തിപ്പിടിച്ചതുകൊണ്ടാവും കുഞ്ഞിന് അനക്കമില്ലാതായപ്പോൾ മരിച്ചെന്ന് കരുതി. പുലരും മുമ്പ് ഇവിടെ ഉപേക്ഷിച്ചുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഫോൺ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാറില്ലാത്ത പ്രതി അലഞ്ഞു നടക്കുകയാണ് രീതി. ഇതാണ് ഇയാളിലേക്ക് എത്താനുള്ള പോലീസിന്റെ ശ്രമം നീണ്ടുപോയത്. രാത്രി ഏതെങ്കിലും തട്ടുകടകളിൽ സഹായിയായി കൂടുകയും അവിടെ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് ജീവിക്കുകയുമാണ് രീതി. പകൽ അധികം പുറത്തിറങ്ങാറില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ ഗ്രാമമേഖലയിലും നഗരപ്രദേശങ്ങളിലും സന്ധ്യ കഴിഞ്ഞാൽ കറങ്ങി നടക്കുകയാണ് പതിവ്. തട്ടുകടകളിൽ ജോലി ചെയ്യുന്ന ദിവസം അവിടെ തന്നെ കിടന്നുറങ്ങും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയിലേക്ക് എത്താനായെങ്കിലും ഇയാളെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു പോലീസിനെ ബുദ്ധിമുട്ടിച്ചത്. ഇയാൾ ജയിലിൽ നൽകിയ വിലാസവും വ്യാജമായിരുന്നു. ജയിലിൽ നിന്നാണ് ആധാർ കാർഡ് എടുത്തത്. അന്ന് കൊടുത്ത വിലാസം തേടിയാണ് പോലീസ് ചെന്നത്. കുട്ടിയെ തട്ടിയെടുത്ത് ലൈംഗികമായി ഉപദ്രവിക്കുന്ന കുറ്റകൃത്യ രീതിയാണ് പ്രതിക്കുള്ളതെന്ന് പോലീസ് പറഞ്ഞു. മോഷണം ഉൾപ്പെടെ 8 കേസുകളുണ്ട്. 100 കണക്കിന് ആളുകളിൽ നിന്ന് സംശയാസ്പദമായി 30 പേരിലേക്ക് അന്വേഷണം ചുരുങ്ങുകയായിരുന്നു. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം റെയിൽവേ ലൈൻ മുറിച്ചു കടന്ന ഹസൻകുട്ടി റോഡിലൂടെ അല്പനേരം നടന്ന ശേഷം വന്ന 2 ബൈക്കുകളിൽ ലിഫ്റ്റ് ചോദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതാണ് കേസിൽ ഏറെ നിർണായകമായത്. കൂടാതെ വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടതിനാൽ ഭയം കാരണം കുഞ്ഞിന് ന്യൂറോജനിക് ഷോക്ക് സംഭവിക്കാമെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നതായി റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. കരഞ്ഞൊച്ചവെച്ച കുട്ടിയുടെ വായും മൂക്കും പ്രതി കൂട്ടിപ്പിടിച്ചതിനാൽ മരണം വരെ സംഭവിച്ചേക്കാമായിരുന്നു. ഇതിനാലാണ് പ്രതിക്കെതിരെ വധശ്രമ കുറ്റം കൂടി ചുമത്തിയത്. നിർജ്ജലീകരണം കാരണം കുട്ടിയുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ, യൂറിയ ലെവൽ കൂടിയിരുന്നതിനാൽ കുട്ടിയുടെ വൃക്കയ്ക്ക് തകരാർ സംഭവിച്ച് മരിച്ചുപോകാൻ സാധ്യതയേറെയായിരുന്നു. കൊല്ലപ്പെടണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി കുഞ്ഞിനെ കുറ്റിക്കാട്ടിലെ ഓടയിൽ ഉപേക്ഷിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.